അത് മാത്രമല്ല, ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ചടങ്ങാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കഴിഞ്ഞ 15 വർഷമായി കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലും മറ്റും പുറത്തുമൊക്കെ പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ, അല്ലെങ്കിൽ വലിയ കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കാൻ, മറ്റ് പദ്ധതികൾ ആരംഭിക്കാനൊക്കെ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതിനു വേണ്ടി മുൻകൈ എടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പ്രോപ്സോൾ. ഞാൻ ആദ്യം ഈ നോട്ടീസൊക്കെ അയച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പ്രോപ്സോൾ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടൊരു പേരായിരിക്കും എന്നാണ്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രോപ്പർട്ടി ആണ് പ്രോപ്പ് എന്നും അതെങ്ങനെ സോൾവ് ചെയ്യാം എന്ന് കണ്ടുപിടിച്ച ഒരാളുമാണ് നൗഫൽ. പക്ഷേ നിർമ്മാണ മേഖല എന്ന് പറയുമ്പോൾ ഒരുപാട് അതിൻ്റെ ഉപമേഖലകൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇവിടെ നിർമ്മാണ മേഖല നിന്നുപോയാൽ, നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ റിയൽ എസ്റ്റേറ്റ് ഒന്ന് ഡൗണായപ്പോൾ നമ്മുടെ സാമ്പത്തിക രംഗത്ത് തന്നെ ഒരു യഥാർത്ഥ രീതിയിൽ ഡൗണായി പോയിരുന്നു. അപ്പോൾ നമ്മുടെ ഇക്കോണമിയെ വളരെ പരിപോഷിപ്പിക്കുന്ന ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രാധാന്യമുള്ള മേഖലയാണ് കൺസ്ട്രക്ഷൻ. ഒരുപാട് ആൾ ഞാൻ പറഞ്ഞതുപോലെ സാധാരണക്കാരായ അൺസ്കിൽഡും സ്കിൽഡ് ലേബേഴ്സും, അതുപോലെ ഒരുപാട് ടെക്നീഷ്യൻസ്, എൻജിനീയേഴ്സ്, അങ്ങനെ ഒരുപാട് മേഖലകളിലുള്ള ആളുകൾ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ സംരംഭം. പ്രത്യേകിച്ച് കണ്ണൂരിനെ കുറിച്ച് പറയുമ്പോൾ, കണ്ണൂർ ഒരു ഫാസ്റ്റ് ഡെവലപ്പിംഗ് സിറ്റി എന്നാണ് നാഗ്ബാക്കിൻ്റെ സ്റ്റഡിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. വലിയൊരു പ്രൊജക്റ്റ് വരാൻ പോവാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് കംപ്ലീറ്റ് വികസനം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലൂടെ വേറൊന്നിനെ ഞാൻ അനൗൺസ് ചെയ്യാനുള്ളത്, സൂപ്പർ ലീഗ് കേരളയുടെ കണ്ണൂർ ഫ്രാഞ്ചൈസി, അതിൻ്റെ കണ്ണൂർ വാരിയേഴ്സ് എന്ന് പറഞ്ഞ ക്ലബിൻ്റെ ഉടമസ്ഥ കൂടി ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം അതിന് ആവശ്യമുണ്ട്. ഏറ്റവും സന്തോഷം പകരുന്ന കാര്യം, ഇന്നത്തെ അവാർഡ് വിന്നേഴ്സിൽ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിരാമാട്ടനുണ്ട് പറഞ്ഞപ്പോഴാണ് എവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. വളരെ വളരെ സന്തോഷം. കൂട്ടത്തിൽ ബേക്ക് എക്കണോമിക് ഫോറത്തിന്റെ കൂടി ഒരു അവാർഡ് കിട്ടുന്നു അറിഞ്ഞു. അതിലും കൂടുതൽ സന്തോഷം. എന്തായാലും വളരെ സന്തോഷം തോന്നുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നൗഫൽ ഇത്ര വലിയ ഒരു സംരംഭത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വളരെ അഭിമാനം തോന്നുന്നു. ഞങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാള് ഇത്രയും വലിയ ഒരു സംരംഭം കൊണ്ട് നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ഇവിടെ പങ്കുവയ്ക്കുകയാണ്.